വളരെ മഹത്തായ ഒരു പാരമ്പര്യത്തെയും വിശുദ്ധ പാരമ്പര്യത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ എന്താണ് ഈ അപ്പം മുറിക്കൽ, പെസഹ അപ്പം മുറിക്കൽ പാലുകാച്ചൽ എന്ന് പറഞ്ഞ അർത്ഥം? അതായത് ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് കുടുംബത്തിൽ വേണം നടത്തുവാനായിട്ട്. ഇനി ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അതും കാനോൻ നിയമത്തിൽപ്പെട്ടതല്ല, പക്ഷെ നമ്മുടെ ഒരു പാരമ്പര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ മുതൽ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓശാന ഞായറാഴ്ച കഴിഞ്ഞു, ഇന്നലെ. ഇനി പെസഹ ബുധനാഴ്ച വരുന്നു, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖശനി, ഉയർപ്പ് ഞായർ, ഈസ്റ്റർ ഞായർ ഒക്കെ വരികയാണ്. ഇതിന് വിശുദ്ധ വാരമെന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. കർത്താവ് ഈശോ മിശിഹായുടെ ഈ ലോക ജീവിതത്തിലെ അവസാന ദിവസങ്ങൾ നമ്മൾ ജീവനോട് തുടിപ്പോടുള്ള ഓർമ്മകൾ പുതുക്കുകയും ഈശോയുടെ നമ്മളുള്ള സ്നേഹത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയും ഈശോയോടൊത്ത് സങ്കടപ്പെടുകയും ഈശോയോടൊത്ത് ആനന്ദിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് ഈ വിശുദ്ധ വാരം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ പുത്രനെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിച്ച് നമ്മളെല്ലാവരും രക്ഷിച്ചതിൻ്റെ മഹത്തായ തുടിക്കുന്ന ഓർമ്മ നമ്മൾ അനുഭവിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ വിശുദ്ധ വാരം. നമ്മളെ സംബന്ധിച്ച് അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണിത്. നമ്മൾ എല്ലാവരും, കത്തോലിക്ക സഭയും മറ്റുള്ള ക്രൈസ്തവരും ഒക്കെ ഇത് ആചരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സീറോ മലബാർ സഭയാണെങ്കിൽ ഈ പെസഹായും ദുഃഖ വെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയൊക്കെ വളരെ ശ്രേഷ്ഠമായി പരിശുദ്ധമായി ആചരിക്കുന്നതാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദവും ഞാൻ നേരുന്നു. ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് വളരെ പ്രത്യേകമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതിലും പ്രത്യേകിച്ച് സീറോ മലബാർ മക്കളുടെ ഇടയിൽ നൂറ്റാണ്ടുകളായിട്ട്, അതായത് അപ്പസ്തോലിക കാലം മുതൽ തന്നെ നിലവിലിരിക്കുന്ന വളരെ മഹത്തായ ഒരു പാരമ്പര്യത്തെയും വിശുദ്ധ പാരമ്പര്യത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പെസഹ അപ്പം മുറിക്കലും പാല് കാച്ചലും അപ്പം സ്വീകരിക്കലും പാല് കുടിക്കലുമാണ്. അത് പെസഹ വ്യാഴാഴ്ചയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ എന്താണ് ഈ അപ്പം മുറിക്കൽ, പെസഹ അപ്പം മുറിക്കൽ പാല് കാച്ചൽ എന്ന് പറഞ്ഞ അർത്ഥം? അതിന് ബൈബിളിൻ്റെ പശ്ചാത്തലമുണ്ട്, യഹൂദ പാരമ്പര്യമുണ്ട്, അതോട് ചേർന്ന് ഭാരതീയ സംസ്കാരവും കൂടെ അതിൽ ഇഴുകി ചേർന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഓർമ്മ ഉണ്ട്, അതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഓർമ്മയുണ്ട്. യഹൂദര് പെസഹ ദിവസം, അതിന് മുമ്പത്തെ ദിവസം, ഈജിപ്തിൽ നിന്ന് വിമോചനത്തിന് ദിവസം നിന്നുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും ചുട്ട ആട്ടിറച്ചി ഭക്ഷിക്കുകയും ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് യഹൂദരെ സംബന്ധിച്ച് വലിയ ഒരു പ്രാധാന്യമുള്ള അനുഭവമായിരുന്നു. അതിൻ്റെ ഓർമ്മ എല്ലാ വർഷവും അവർ പുതുക്കുമായിരുന്നു. നമ്മൾ ക്രൈസ്തവർ ഈ യഹൂദ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ളവരാണല്ലോ. അതിനും പ്രത്യേകിച്ച് ഈസ്റ്റ് സിറിയൻ ട്രഡീഷൻ പാലിക്കുന്ന നമ്മൾ സീറോ മലബാറുകാർക്ക് ഇത് പ്രത്യേകതയുണ്ട്. എന്നാൽ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞു, ബൈബിളിൻ്റെ പശ്ചാത്തലമുണ്ട്, ഈശോയുടെ പീഡാനുഭവത്തിൽ തുടിക്കുന്ന അനുസ്മരണമുണ്ട്, വിശുദ്ധ കുർബാനയുടെ ഓർമ്മയുണ്ട്, അതുപോലെ തന്നെ യഹൂദ ക്രൈസ്തവ ഭാരതീയ പാരമ്പര്യം കൂടെ ഉൾച്ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്താണ് നടത്തുന്നത്? പെസഹ വ്യാഴാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് അപ്പം മുറിക്കൽ, അപ്പം തയ്യാറാക്കും. കുരിശപ്പം എന്നാണ് പറയുന്നത്. ആ കുരിശപ്പമൊക്കെ അത് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത്. വളരെ ലളിതമായ രീതിയിലുള്ള
സാധനങ്ങളൊക്കെയാണ്. അരിയും പിന്നെ ജീരകവും പിന്നെ വെളുത്തുള്ളിയും വളരെ ലളിതമായ രീതിയിലാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ വലിയ പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുരിശ് വയ്ക്കും. അത് ആ വർഷത്തെ ഓശാന അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ച ലഭിച്ച ഓലയിൽ നിന്ന് എടുത്ത് കുരിശുണ്ടാക്കി വെക്കും. സാധാരണ ആ കുരിശ് വയ്ക്കുന്ന കുടുംബനാഥനാണ് കുരിശ് വയ്ക്കുന്നത്, പ്രാർത്ഥനയോടുകൂടിയാണ് വയ്ക്കുന്നത്. ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒക്കെ വീട്ടിൽ വലിയ ഒരു പ്രാർത്ഥനയുടെ അനുഭവവും ഒരു നിശബ്ദമായിട്ടുള്ള ധ്യാനാത്മകമായ ഒരു അനുഭവമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വിശുദ്ധമായ ഒരു തയ്യാറാക്കലാണ് അപ്പം ഈ കുരിശൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പാലും തയ്യാറാക്കുന്നു. അത് പച്ചത്തേങ്ങ ഉടച്ച് ആ തേങ്ങ കൊണ്ടാണ് പാലുണ്ടാക്കുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനായിട്ട്, തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ സാധാരണ കളയല്ല. അതിൻ്റെ വെള്ളം പെരപ്പുറത്താണ് നമ്മൾ തളിക്കുന്നത്. എന്തിനാണ് പെരപ്പുറത്ത് പിന്നെ ഈ തേങ്ങാ വെള്ളം ഒഴിക്കുന്നത്? അത് പഴയ നിയമത്തിൻ്റെ ഓർമ്മയാണ്. അതായത് ഇസ്രായേൽക്കാർ പുറപ്പാട് ദിവസം അന്ന് രാത്രികാലങ്ങളിൽ സംഹാരദൂതൻ വാളുമായി വരും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹരിക്കാനും ഇസ്രായേൽക്കാരെ രക്ഷിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വീടിൻ്റെ കട്ടളപ്പടിന്മേൽ രക്തം കാണുന്നുവോ, കുഞ്ഞാടിൻ്റെ രക്തം ആടിൻ്റെ രക്തം കാണുന്നുവോ, ആ വീട് ബാധയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പിന്നെ പാലുണ്ടാക്കുന്ന തേങ്ങ ഉടച്ച് കിട്ടുന്ന വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ തൂതിക്കളയോ ചെയ്യാതെ വീടിൻ്റെ മുകളിൽ മാടയിൽ അല്ലെങ്കിൽ റൂഫയിൽ ഒഴിക്കാനുള്ള കാരണം. അങ്ങനെ ഭക്തിയോടുകൂടി പ്രാർത്ഥനാനുഭവത്തോടു കൂടിയാണ് ഈ അപ്പവും പിന്നെ പാലും ഉണ്ടാക്കുന്നത്. ഇതിന് ഭാരതീയമായ ഒരു സംസ്കാര അനുരൂപണം എന്ന് പറയുന്നത്, യഹൂദർ പിന്നെ ഗോതമ്പ് കൊണ്ട് അപ്പം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ അരി കൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. യഹൂദർ വീഞ്ഞായിരുന്നു ഉപയോഗിച്ചിരുന്നത്, നമ്മൾ അത് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭാരതീയമായ സംസ്കാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ അപ്പവും വീഞ്ഞും ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബനാഥൻ വളരെ ഭക്തിയോടുകൂടി സാധാരണഗതിയിൽ നേരത്തെ തന്നെ കുമ്പസാരിച്ചൊരുങ്ങി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി വളരെ വൃത്തിയായി വെടിപ്പോടുകൂടി നല്ല അതിനുവേണ്ടി തന്നെ പ്രത്യേകമായ ഒരു നൈഫൊക്കെ ഉണ്ട്, പിച്ചാത്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പം മുറിക്കും. ആ അപ്പം മുറിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കും. അത് പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ വായിക്കും. അതിനുശേഷം ചിലപ്പോൾ ഒരു പാട്ടൊക്കെ പാടും. പാടിയതിന് ശേഷം അപ്പം മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. ആ വിതരണം ചെയ്യുന്നത് അതിന് ഒരു ചെറിയ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതായത് കുടുംബത്തിലെ സ്ഥാനമൂപ്പ് അനുസരിച്ചാണ് ഈ അപ്പം വിതരണം ചെയ്യുന്നത്. വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ വല്യപ്പന് അല്ലെങ്കിൽ അപ്പന്, അത് കഴിഞ്ഞിട്ട് അമ്മ, അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്ത മക്കൾ മുതലിങ്ങനെ പ്രായപരിധി അനുസരിച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ കുടുംബത്തിൽ. അതുപോലെ തന്നെ പാലും ഈ അപ്പവും കുരിശപ്പവും പിന്നെ പാലും അത് നമ്മൾ വിശുദ്ധമായിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രിയപ്പം ഉണ്ടാക്കും ഉണ്ടാക്കും. അതിന് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും. അതൊന്നും കുരിശപ്പം പോലെ നമ്മൾ രീതിയിലുള്ള ഉപയോഗമല്ല. പക്ഷെ അന്ന് പെസഹയുടെ ഒരു പ്രത്യേകതയാണ് ഇൻട്രിയപ്പം ഉണ്ടാക്കുക. ഇൻട്രി എന്ന് പറഞ്ഞാൽ INRI ആണ്. എന്ന് പറഞ്ഞാൽ അത് INRIയുടെ കുരിശിന് മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ജേസൂസ് നസറുസ് ജൂദയോറും റെക്സ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഈ നസ്രായനായ യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ്. അപ്പോൾ ആ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെസഹ പിന്നെ വട്ടയപ്പം ഉണ്ടാക്കുകയും ചെയ്യും. അതൊക്കെ നമ്മൾ സാധാരണ എടുത്ത് ഭക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ കുടുംബത്തിൽ ആണ് ഈ പെസഹ ആചരിച്ചിരുന്നെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ഓർത്തിരിക്കണം. ഇടക്കാലത്ത് ഇത് പള്ളിയിൽ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ദൈവശാസ്ത്രം പറയാനായിട്ട് ഇടവക ഒരു കുടുംബമാണ്, അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അത് അല്പം ഒരു വ്യതിചലനം പോലെ തോന്നുകയാണ്. അതുകൊണ്ട് സിറോ മലബാർ സിനഡ് ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് കുടുംബത്തിൽ വേണം നടത്തുവാനായിട്ട്. അത് രണ്ട് കാരണമുള്ളത്. ഒന്നാമത്തേത് ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയല്ല, കൂദാശയല്ല.
അതൊരു പാരമ്പര്യമാണ്. അതേസമയം അത് ഈശോയുടെ മരണത്തിൻ്റെ ഓർമ്മ, കുർബാനയുടെ ഓർമ്മ അത് നമ്മൾ മനസ്സിൽ നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ ഇത് പള്ളിയിൽ വേണ്ട, പള്ളിയിൽ വേണ്ട, വീട്ടിൽ മതി എന്ന് പറയാനുള്ള കാരണം ഈ വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കാനും ഒന്ന്. രണ്ടാമത്, കുടുംബത്തിൻ്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുവാനും ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും പിന്നെ ഗാർഹിക സഭ, ഡൊമസ്റ്റിക് ചർച്ച് എന്നുള്ള ആശയം കൂടുതൽ പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ ആരാധനാക്രമത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ ആ പ്രാധാന്യം നിലനിർത്താനും കൂടെ കൂടിയിട്ടാണ് വീട്ടിൽ വെച്ച് വേണം നടത്തണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് കുർബാന അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഈ അപ്പവും വീഞ്ഞും ഒക്കെ ഈശോയുടെ ശരീരത്തിൻ്റെ രക്തത്തെ അനുസ്മരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ കുർബാന പോലെ ഈശോയുടെ ശരീരവും രക്തവും അല്ല എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷേ ഈ ഒരു പാരമ്പര്യം നമ്മുടെ സിറോ മലബാർ സഭയിലെ പുരാതന കാലം മുതൽ, കൃത്യം ഡേറ്റ് ഒന്നും പറയാനായിട്ട് പറ്റുകയില്ല, ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടോടുകൂടി ഇത് ആരംഭിച്ചെന്നൊക്കെയാണ് ചില പാരമ്പര്യം പറയുന്നത്. ഏതായാലും വളരെ 1000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സഭയിൽ നിന്നുള്ള ഈ പാരമ്പര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ കുടുംബ ബന്ധത്തെ പോഷിപ്പിക്കുവാനും അതുപോലെ തന്നെ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുവാനും ഒക്കെ ഇത് വളരെ സഹായകമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പള്ളികളിലും നമ്മുടെ ഇടവുകളിലുമൊക്കെ ഈ അപ്പം മുറിക്കൽ ഒരു വാസത്തിൽ വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്, അത് തുടരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഈ സഭയ്ക്ക് അതിനെക്കുറിച്ച് പ്രത്യേകമായ കാലനിയമമൊന്നുമില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന വളരെ സജീവമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് വളരെ 1-2 ചെറിയ കാര്യങ്ങൾ, അതും കാനോൻ നിയമത്തിൽപ്പെട്ടതല്ല, പക്ഷെ നമ്മുടെ ഒരു പാരമ്പര്യം പറയാൻ ആഗ്രഹിക്കുക. ഈ അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് തൊട്ടടുത്ത ആളുകൾ മരിച്ച ആ വർഷം അടുത്ത ദിവസം മരിച്ചെങ്കിൽ ആ കൊല്ലം അപ്പം ചുടുകയില്ല, അല്ലെങ്കിൽ പാലുണ്ടാക്കുകയില്ല. സാധാരണ ഇത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ ഈ മരിച്ച വീട്ടിൽ ഈ അപ്പം പുഴുങ്ങുകയും പിന്നെ അപ്പം മുറിക്കുകയൊക്കെ ഇല്ല. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപ്പം മുറിക്കൽ വാസ്തവത്തിൽ ഒരു പെസഹ ആഘോഷമാണ്, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒരു മുന്നാസ്വാദനം കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷകാര്യം ഈ വീട്ടിൽ തൊട്ട വീട്ടുകാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദുഃഖത്തിൻ്റെ ഒരു വലിയ അവസരമൊക്കെയാണ്, ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് ആഘാതമാകാം ഈ ഒരു ആഘോഷത്തോടു കൂടിയുള്ള മുറിക്കലൊക്കെ. അതുകൊണ്ടാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അതും ഈ കുടുംബ ബന്ധത്തെ നിലനിർത്താനായിട്ട് ഒത്തിരി വലിയ സഹായിക്കുന്ന കാര്യമാണ്. അതായത് കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരോടുള്ള ബഹുമാനത്തെ പ്രതി, അവരുടെ സ്നേഹത്തെ പ്രതി നമ്മൾ ആ വർഷം അപ്പം ചുടുകയും പാല് കാച്ചുകയും ചെയ്യുകയില്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ പിന്നിലുള്ള വേറൊരു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാരണം കൂടെ ഉള്ളത്, യഹൂദ ഭാരതീയ പാരമ്പര്യത്തിലുണ്ട്. യഹൂദരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾ മരിച്ച് സ്പർശിക്കുകയോ ചെയ്യുമ്പോൾ ഒരു അശുദ്ധി ഉണ്ടാകുന്നു എന്നൊരു ചിന്ത യഹൂദരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഭാരതീയരുടെ ഇടയിലും ഉണ്ടല്ലോ ഒരു മരണം, ഒരു അശുദ്ധ. വാസ്തവത്തിൽ അതിൽ അങ്ങനെ അശുദ്ധിയൊന്നും ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് അതുകൂടെ ഇതിലൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ അപ്പം മുറിക്കൽ പറയുമ്പോൾ ഈ അപ്പം മുറിക്കൽ സിറോ മലബാറുകാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ സെൻ്റ് തോമസ് ക്രിസ്ത്യൻസ്, അതായത് ഓർത്തഡോക്സുകാർക്ക്, യാക്കോബക്കാർക്ക് അല്ലെങ്കിൽ മലങ്കരക്കാർക്കൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ അവർക്കുണ്ട്. പക്ഷേ നമ്മൾ സിറോ മലബാർ ചെയ്യുന്ന പോലുള്ള രീതിയിലുള്ള ആഘോഷമായ ക്രമം പലയിടത്തും ഇല്ല. ഇപ്പോഴും ഈ ഓർത്തഡോക്സും യാക്കോബായാലും മറ്റുള്ള സഭകളിലും ഒക്കെ ഉണ്ട്, ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല, ചിലയിടത്ത് നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അവർ പള്ളി കേന്ദ്രമായിട്ട്, ദേവാലയം കേന്ദ്രീകൃതമായിട്ടുള്ള ആഘോഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലുള്ള ഈ ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. എങ്കിലും അത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുരിശപ്പം ക്രിസ്ത്യാനികളല്ലാത്തവർക്ക്, മാമോദിസ മുങ്ങാത്തവർക്ക് കൊടുക്കാവോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് ദൈവശാസ്ത്രപരമായി. അതിന് ഉത്തരം പറയുവാണെങ്കിൽ അതിന് 2 രീതിയിലാണ് ഉത്തരം പറയാവുന്നത്. ഒന്നാമത്തെ കാര്യം, കൊടുക്കരുത് എന്നുള്ള നിയമമില്ല. രണ്ടാമത്തേതായിട്ട് പിന്നെ ഒരു കാര്യമുള്ളത്, ഇതൊരു കൂദാശയല്ല, ഈശോയുടെ ശരീരവും അല്ല, ഈശോയുടെ രക്തമല്ല, ഇതിൻ്റെ ഓർമ്മകൾ മാത്രമാണ്, അടയാളങ്ങൾ മാത്രമാണ്. ആ നിലയ്ക്ക് നമുക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അതേസമയത്ത്
ഇത് ക്രൈസ്തവരുടെ തന്നെ ഒരു പാരമ്പര്യം, ഈശോയുടെ വിശ്വാസത്തെ പ്രതിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു പവിത്രമായ രക്ഷാകര കാര്യത്തിൻ്റെ ഒരു ഓർമ്മ അനുസ്മരണമായതുകൊണ്ട് നമ്മൾ സാധാരണ ക്രൈസ്തവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ എന്നുള്ള കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതേസമയത്ത് ഒരു സോഷ്യലായിട്ടുള്ളൊരു ഗ്യാതറിങ് പോലെ കണക്കാക്കുകയും ഒരു അയലൊക്കെ ബന്ധങ്ങളൊക്കെ പുലർത്താൻ വേണ്ടി അവർ കൊടുക്കുന്നതിൽ വലിയ തെറ്റോ പാപമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ സാധാരണ അധികം ചെയ്യാറില്ല, ചെയ്യുന്നതിൽ വലിയ തെറ്റുമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചിലരൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് തെറ്റോ ശരിയോ എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഡയമെൻഷനുള്ളത് ഇത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുർബാനയുടെയും ഓർമ്മയാണല്ലോ. ആ നിലയ്ക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പലതുകൊണ്ടും ഈ പെസഹ ആചരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു വലിയ സംഭവമാണ്, ഒരു പാരമ്പര്യമാണ്. അതിന് ഒരു കൂദാശയുടെ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ പോപ്പുലറായിട്ടുള്ള ഡിവോഷൻ, പോപ്പുലർ വിശ്വാസത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പിന്നെ ഇത് വീണ്ടും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുക, വീടുകളിലാണ് നമ്മൾ നടത്തേണ്ടത്. കാരണം അത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം നിലനിർത്തുവാനും ഡൊമസ്റ്റിക് ചർച്ച് എന്നുള്ള ഡൊമസ്റ്റിക് ലിറ്റർജി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബെൽത്തങ്ങാട് രൂപതയുടെ എപ്പാർക്കിൽ അസംബ്ലി നടത്തിയപ്പോൾ ഇതിൻ്റെ വീക്ഷകരായിട്ട് പിന്നെ ഒരു വിസിറ്ററായിട്ട് വേറെ സഭയിൽപ്പെട്ട ഒരു മെത്രാനച്ചനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ മെത്രാനച്ചൻ അന്ന് പ്രസംഗിച്ച് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അത് സിറോ മലബാർ സഭയിലെ പള്ളികളിലുള്ള ശുശ്രൂഷകൾക്ക് വളരെ വിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. അതേസമയത്ത് വീടുകളിലുള്ള ചില ആചാരങ്ങളൊക്കെ വളരെ അധികം കാര്യമായിട്ട് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഈ ആചാരങ്ങൾ, വിശ്വാസബന്ധമായ ആചാരങ്ങളൊക്കെ ഇത് വളരെ ശക്തമായ ഒരു ആചാരമാണ് ഈ പെസഹ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം മുറിക്കലും പാല് കുടിക്കലും ഒക്കെ അത് നമ്മൾ ഭംഗിയായിട്ട് അതിന് വിശുദ്ധിയിൽ ചെയ്യണം, നമ്മളും ചെയ്യണം. നമ്മുടെ വരും തലമുറയെ, ചെറുപ്പക്കാരെയും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതോടനുബന്ധിച്ച് ഞാൻ സാന്ദർഭികമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നമ്മുടെ വീടുകളിൽ നടക്കുന്ന മറ്റുള്ള പിന്നെ കർമ്മങ്ങളൊക്കെ ഉണ്ട്. വിവാഹത്തിൻ്റെ കാര്യങ്ങളാണേലും ഒത്തുകല്യാണത്തിൻ്റെ കാര്യമാണേലും അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ ഈ ചാത്തും കൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം വാസ്തവത്തിൽ നമുക്ക് ചില ക്രമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുടുംബത്തിൻ്റെ ഒരു ഭദ്രതയും നമുക്ക് നിലനിൽക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിലും ഈ നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസമായി മാറുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വിശ്വാസം അനുഭവ തലത്തിൽ കൊണ്ടുവരുവാനും കുടുംബത്തിലേക്ക് വരുവാനും വീട്ടിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ നമ്മുടെ ഈ പെസഹ ഭക്ഷണം അല്ലെങ്കിൽ അപ്പം മുറിക്കൽ സഹായിക്കുന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ നോമ്പ് കാലത്തിൽ പാന വായിക്കുന്നവരും പതിവുണ്ടായിരുന്നു. ഈ പെസഹ വ്യാഴാഴ്ച പാന വായിക്കും, ദുഃഖ വെള്ളിയാഴ്ചയും പാന വായിക്കും. ഈ പാനയെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് വലിയ ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ട്. നമ്മുടെ സഭയിൽ പാരമ്പര്യമൊക്കെ ഉണ്ട്. അത് വീണ്ടെടുക്കുന്നത് നല്ലതാണെന്നും നമ്മുടെ വിശ്വാസമൊക്കെ ഒരു അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ള കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ വർഷത്തെ അപ്പം മുറിക്കലും പാല് കുടിക്കലും ഒക്കെ വളരെ വിശുദ്ധിയോടുകൂടി ചെയ്യുവാനും അതുവഴിയായി ഈശോയുടെ പീഡാനുഭവത്തിലും പീഡാസഹനത്തിലും രക്ഷാകര രഹസ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ.